So welcome back to the next session. Maybe the final session even for that. So നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്റ്റെൻഷ്യൽ ക്വാണ്ടിഫൈസ് അതായത് ദർ എക്സിസ്റ്റ് അല്ലെങ്കിൽ ഫോർ സം. അപ്പം അതൊന്നും കൂടി ഞാൻ എക്സാം പറയാം, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു, പക്ഷെ എന്നാലും ഒന്നുകൂടി പറയാം. അപ്പം നോക്കൂ, ഈ എക്സാമ്പിൾ കിങ് ജോൺ ഹാസ് എ ക്രൗൺ ഓൺ ഹിസ് ഹെഡ്. അതായത് ജോൺ എന്നൊരു വ്യക്തി, അയാളൊരു കിങ് ആണ്. ആ ഏരിയ, ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഏരിയ പോകണം, അവിടെ കുറേ ജോൺ ഉണ്ടാവും. പക്ഷെ ആ ഒരു ജോണ് കിങ് ആണെന്ന് പറയുന്നു. പക്ഷെ ആ കിങ് ആണ് എങ്ങനെ അറിയും? അയാളുടെ തലയിൽ എന്തുണ്ടാവും? കിരീടം ഉണ്ടാവും, അല്ലേ? അതാണ് പറയുന്നത്. കിങ് ജോൺ ഹാസ് എ ക്രൗൺ ഓൺ ഹിസ് ഹെഡ്. ഇതെങ്ങനെ നമ്മൾ കമ്പ്യൂട്ടർ ചെയ്യും? അപ്പോൾ ദർ എക്സിസ്റ്റ്, അവിടെ ആ ഏരിയയിൽ ഒരു ജോൺ. ആ ജോണ് കുറേ ജോൺ ഉണ്ടാവും, അതിലൊരു ജോൺ അയാളുടെ ആ എന്താണ് ഒരു കിരീടമുണ്ട്. മനസ്സിലായോ? നമ്മുടെ കുറേ എല്ലാവരുടെയും കയ്യിൽ കിരീടമില്ല. പക്ഷെ ആ കിരീടം മാത്രം പോരാ, അയാളുടെ തലയിലോ ആ എക്സ് ജോൺ ആയിരിക്കാം. അതാണ് നമുക്കത്. ഇപ്പൊ ആ ഏരിയ നിങ്ങളിപ്പോ ഒരു നമ്മൾ സ്കൂളിൽ നമ്മൾ കോളേജിൽ പോയിരുന്നു, നമ്മൾ കോളേജ് ക്ലാസ് റൂമിൽ പോകാം, അവിടെ ഒരു ജോൺ എന്നൊരു വ്യക്തിയുണ്ട്. അപ്പോൾ എത്ര ജോൺ ഉണ്ട്? ഒരു 5 ജോൺ ഉണ്ടാവുകയില്ല ആ ക്ലാസ്സിൽ. എല്ലാവരുടെ കയ്യിലും കിരീടമുണ്ട്, എല്ലാവരുടെയും പകത്തിൽ എല്ലാവരും എന്താ പറയുക, എല്ലാവരും എന്താണ് അടുത്ത് കിരീടമുണ്ട്. പക്ഷെ അയാൾ രാജാവിനെ അറിയുമെങ്കിൽ പറയും ആ കിരീടം എന്തായാലും തലയിലുണ്ടാവും. ഇപ്പൊ എന്റെ കയ്യിൽ കിരീടമുണ്ട്, പക്ഷെ എന്റെ കയ്യിലാണ്, തലയിലല്ല. അപ്പൊ ഐ എം നോട്ട് എ കിങ്. അതാ പറയുന്നത് ദർ എക്സിസ്റ്റ് കിങ് ജോൺ. ആ എക്സ് എന്ന സമുദായം, അയാൾ ജോൺ, അയാളുടെ പേര് ജോൺ ആയിരിക്കണം. അയാളുടെ തലയിൽ എന്തുണ്ടാവണം? കിരീടം ഉണ്ടാവണം. ക്രൗൺ ഉണ്ടായി മാത്രം പോരാ, അയാളുടെ അടുത്ത് കിരീടം എന്ത് വെച്ചിട്ടായിരുന്നു? അയാൾ കിരീടം എവിടെ വെച്ചിരിക്കണം? തലയിൽ വെച്ചിരിക്കണം. അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് നിങ്ങൾ ഒന്നും കൂടി ഇത് എടുക്കാൻ കാരണം അതൊന്നാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി, മോർ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഒന്നുകൂടി ഈ ടോപ്പിക് എടുത്തത്. അപ്പൊ അതാണ് പറയുന്നത്, നമുക്ക് ഇങ്ങനെയും എഴുതാം, അല്ലെങ്കിൽ ഈ രീതി എഴുതാം. എന്താണ്? ക്രൗണ് ഒരു എക്സ് എന്നൊരാളുണ്ടാവും, ആ എക്സ് ജോൺ ആയിരിക്കണം. ആ ജോണിന്റെ തലയിൽ കിരീടം ഉണ്ടോ? ഈ ധരിച്ച് ഈ എക്സ് ആസ് എ ക്രൗൺ, അയാളുടെ പേര് ക്രൗൺ ഉണ്ടെങ്കിൽ എന്താണ്? അയാളുടെ പേര് ജോൺ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ തലയിൽ കിരീടം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പറയാ? അയാളൊരു കിങ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ. ഇനി നെസ്റ്റഡ് കോൺഫൈസ്. നെസ്റ്റഡ് കോൺഫൈസ് നമുക്ക് 2 കോൺഫൈസ് പഠിച്ചു. എന്നാണ്? ഒന്ന് യൂണിവേഴ്സലും മറ്റത് എക്സിസ്റ്റൻഷ്യൽ കോൺഫൈസ്. അതായത് ഫോർ ഓളും ഫോറും. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് എഴുതാം. ഒന്നെങ്കിൽ 2 ഫോർ ഓൾ വരാം, അല്ലെങ്കിൽ 2 ഫോർ സം എഴുതാം, അല്ലെങ്കിൽ രണ്ടും കൂടി മിക്സ് ചെയ്യാം. ഫോർ ഓൾ വരാം, ഫോർ സം കൂടി മിക്സ് ചെയ്യാം. അപ്പൊ അതാണ് എന്ത്? നെസ്റ്റഡ് കോൺഫൈസ്. ഇപ്പോൾ ബ്രദേഴ്സ് ആർ സിബ്ലിങ്സ്. ഈ വാക്കിന്റെ അർത്ഥം ബ്രദേഴ്സ് ആർ സിബ്ലിങ്സ്. അപ്പൊ ആദ്യത്തെ കണ്ടീഷൻ ആണ് അവർ ബ്രദേഴ്സ് ആയിരിക്കണം. അപ്പൊ ബ്രദേഴ്സ് ആയിരിക്കേണ്ട അവർക്ക് എന്താണ്? സിബ്ലിങ്സ്. ഇപ്പൊ നിങ്ങൾ കോളേജിൽ ക്ലാസ് റൂമിൽ ഒരു 20 പേര് ബ്രദേഴ്സ് ആവണം. 20 പേര് ബ്രദേഴ്സ്, 20 പേര് ബ്രദേഴ്സ് 10 പേരുണ്ടാവും. 10 പേരാണ് 20 ബ്രദേഴ്സ്. അപ്പൊ അവരൊക്കെ എന്താണ്? സിബ്ലിങ്സ് ആണ്. ബ്രദേഴ്സ് ആണെങ്കിൽ എന്താണ്? സിബ്ലിങ്സ് ആണ്. അപ്പൊ ഫോർ ഓൾ എക്സ് ആൻഡ് ഫോർ ഓൾ വൈ. അതായത് ആ 20 പേരിൽ 10 പേര് ഫോർ ഓൾ എക്സ്, ഞാൻ ബാക്കി 10 പേര് അതിനകത്ത് 10 പേര് വൈയും. അങ്ങനെയാണെങ്കിൽ എക്സ് ഇസ് എ ബ്രദർ ഓഫ് വൈ. ഇത് എന്റെ ബ്രദറാണ്. തിരിച്ചും പറയാം നമുക്ക് വേണമെങ്കിൽ. അപ്പൊ അവന് വേണമെങ്കിൽ വൈ ആക്കാം, നമ്മൾ എക്സ് ആക്കാം. അപ്പൊ ഞാൻ എക്സ് ആക്കി അവൻ വൈ ആക്കി. ഇനി നിങ്ങൾ പറയും സാർ നിങ്ങൾ വൈ ആക്കിയോടെ. ഓക്കെ, ഞാൻ വൈ ആകാം, അവൻ എക്സ് ആകും. അപ്പോൾ ഓൾ വൈ ഇത് നേരെ തിരിച്ച് ചെയ്താലും കുഴപ്പമില്ല. അതായത് ഇപ്പൊ നമുക്ക് ഫോർ ഓൾ വൈ ഫോർ ഓൾ എക്സ് വേണമെങ്കിൽ എഴുതാം. പക്ഷെ നമ്മൾ എഴുതുമ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? വൈ കൊമ വൈ, വൈ കൊമ എക്സ് എഴുതാം. ഇതാണ് നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കാൻ. ഫോർ ഓൾ എക്സ് വൈ ഏത് ഓർഡറിനാണ് നിങ്ങൾ എഴുതി, ആ ഓർഡർ തന്നെ ഇവിടെ എഴുതണം. അതാണ് ഇവിടെ കണ്ടീഷൻ. അതാണ് ഏറ്റവും നിങ്ങൾ ഓർമ്മിക്കുന്ന കാര്യം. ഇവിടെ ആദ്യം എക്സ് എന്ന് തുടങ്ങി, അതുകൊണ്ടാണ് ഇവിടെ ഫസ്റ്റ് ആർഗ്യുമെന്റ് എക്സ്. സെക്കൻഡ് ആർഗ്യുമെന്റ് വൈ, അതുകൊണ്ടാണ് സെക്കൻഡ് ആർഗ്യുമെന്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവര് എക്സും വൈയും ബ്രദേഴ്സ് ആയതുകൊണ്ട് നമുക്ക് എന്താ പറയുക? അവര് സിബ്ലിങ്സ് ആണ്. ദെൻ
അപ്പം നോക്കൂ അവിടെയും എക്സും വൈ ആണ്. അപ്പം നേരെ വെച്ച് ഞാൻ ഇവിടെ 4y for all y and for all x brother of y, x എന്താണ് y, x ഇങ്ങനെ എഴുതാം, തെറ്റില്ല. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവും വേഗം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്ക് തുടങ്ങാം. ഇനി അടുത്താണ് അപ്പോൾ ഇതില് ഇനി അടുത്ത എക്സാം ഫോർ എക്സാമ്പിൾ സിബ്ലിങ്സ് ആണെങ്കിൽ സിബ്ലിംഗ് കൂടി ഇസ് എ സിമിലർ റിലേഷൻ. അപ്പോൾ നോക്കൂ, നീ ഒന്ന് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ഫോർ ഓൾ എക്സ് ഫോർ ഓൾ. അപ്പോൾ ഇത് രണ്ട് പക്ഷം ഫോർ ഒന്നില്ലേ, അപ്പോൾ ഇതില് കോമൺ ലെറ്റർ ഏതാണ് അറിയില്ല. ഇപ്പോൾ 3x + 4x അല്ലെങ്കിൽ xy + xz, ഇതിലേതാ കോമൺ? എക്സ്. അതുപോലെ ഇതിലേതാ കോമൺ? ഫോർ ഓൾ. അപ്പൊ അതിന് പുറത്താക്കുക, അതിനെ പുറത്ത് എഴുതുക, എന്നിട്ട് എന്ത് ചെയ്യാം, xy ഒരുമിച്ച്. അതാണ് അനദർ ടൈപ്പ്. വേണം ഇത് കോമ ഇടണം, പക്ഷെ എക്സും വൈയും ഒരുമിച്ച് എഴുതരുത്, കോമ ഇട്ട് വേണം എഴുതാനാണ്. അപ്പൊ സെയിം തന്നെയാണ്. സിബ്ലിങ്സ് ആണെങ്കിൽ സിബ്ലിംഗ് ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ എഴുതാം, ഇങ്ങനെ എഴുതാം പറഞ്ഞത്. y, x ബ്രദർ ഓഫ് മാച്ചല്ലേ, ബ്രദർ ഓഫ് x, y ബ്രദർ y, x എഴുതാം. പക്ഷെ നിങ്ങൾ x, y എഴുതിയ y, x എഴുതിയാൽ രണ്ടും ശരിയാണ് പറഞ്ഞത്. ഇനി വേറെ ഒരു കേസാണ് മിക്സ് ചെയ്തിട്ട്. ഇവിടെ നെക്സ്റ്റ് കോൺഫേസ് ആണല്ലോ, എന്താ രണ്ട് ഫോർ ഓൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്നാണെങ്കിൽ അതിന് നെക്സ്റ്റ് കോൺഫേസ് പറയും. ഇനി മിക്സ് ചെയ്തിട്ട് അത് ഫോർ ഓളും ഫോർ സമ്മും പറ്റും, അത് വേറെ എക്സിസ്റ്റ്. ഇപ്പൊ ഈ എക്സാമ്പിള് എവരിബഡി ലവ്സ് സംബൺ, എല്ലാവരും ആരെയൊക്കെയോ സ്നേഹിക്കുന്നു, എല്ലാവരും ചിലരെ സ്നേഹിക്കുന്നു. എന്താ എല്ലാവരും നമുക്ക് പറയുന്നത് മോഹൻലാൽ, എല്ലാവരും മോഹൻലാലിനെ സ്നേഹിക്കുന്നു, അത് തിരിച്ച് മോഹൻലാൽ എല്ലാവരും സ്നേഹിക്കുന്നു പറയുന്നില്ലല്ലോ. സോ അതാണ് പറയുന്നത്. ഇപ്പൊ എവരിബഡി അപ്പൊ എല്ലാവരും, സംബടി എന്തായിരിക്കും? അപ്പൊ ആ ഒരു ഒറ്റ പോയിന്റ് ഇവിടെ എവിടെയൊക്കെ സമയമാണോ ഇവിടെ എന്ത് ഉപയോഗിക്കുക, എക്സ്റ്റൻഷൻ കോൺഫ്യൂസ് ചെയ്യുക. എവരിബഡി നിന്ന് ഓൾ. അപ്പൊ ഫോർ ഓൾ എക്സ് ദർ എക്സിസ്റ്റ് വൈ, ദെൻ ഇവിടെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പ്രെഡിക്കേറ്റഡ് ആണ് ലവ്സ് എന്നർത്ഥം. അതാണ് ആ ടോപ്പിക്ക് അവിടെ നിങ്ങൾ പഠിച്ച മനസ്സിലാവില്ല, അതൊന്നാണ് ഞാൻ എക്സാം പറയാം. ലവ്സ്. അപ്പൊ എവരിബഡി ലവ്സ്, ആദ്യം ആരാ വേണ്ടത്? എവരിബഡി. അപ്പൊ എക്സ് ഫോർ ഓൾ എക്സ് ദർ എക്സിസ്റ്റ് വൈ ലവ്സ് എക്സ് വൈ. ഇനി another example, there is someone who is loved by everyone. ഒരു വ്യക്തിയുണ്ട്, അയാൾ എല്ലാവരും സ്നേഹിക്കും. സെയിം തന്നെയാണ്, ഇതേ വേർഡ് തന്നെ ഒന്നുകൂടി ഇരിക്കുന്നത്. പക്ഷെ there is someone, അപ്പൊ ഇത് നേരെ തിരിച്ചില്ല, സെയിം തന്നെ, നീയൊന്നും മാറുന്നില്ല. ഇത് വേണമെങ്കിൽ ആദ്യം ഇതാണ്, പക്ഷെ വാക്കുകൾ മാറില്ല. ഇങ്ങനെ ഇരിക്കുന്നത് ഇങ്ങനെ തന്നെ എഴുതാൻ പാടില്ല. പക്ഷെ ഇങ്ങനെ there is someone who is loved by everyone, രണ്ടും സെയിം തന്നെയാണ്. ഓർഡർ മാറിയാലും കുഴപ്പമില്ല. പക്ഷെ ഇവിടെ നോക്കൂ, ലവ്സ് എക്സ്, വൈ, ഇത് മാത്രം മാറാൻ പാടില്ല. ലവ്സ് വൈ, എക്സ് സർ ഇങ്ങനെ എഴുതിയില്ലെന്നോ, ഈ ഓർഡറിൽ തന്നെ അങ്ങനെ ആദ്യം ദർ എക്സിസ്റ്റ് വൈ എഴുതി, ഐ ഫോർ ഓൾ ഫോർ സം വൈ എഴുതി, ഫോർ ഓൾ എക്സ് എഴുതി. ഈ കേസിൽ ഫോർ ഓൾ എക്സ് എഴുതി, ദർ എക്സിസ്റ്റ് വൈ എന്ന് എഴുതി. അതായത് ഇത് ഓർഡർ മാറി. പക്ഷെ ഇതിന്റെ ഓർഡർ മാറിയിട്ടുണ്ടോ? ഇല്ല. ഇതിന്റെ ഓർഡർ മാറിക്കഴിഞ്ഞാൽ പിന്നെന്തായി മാറും? ഓർ ആ സംവൺ എല്ലാവരും സ്നേഹിക്കുന്നു, അത് തെറ്റില്ലേ? എവരിബഡി ലവ് സംവൺ ബട്ട് സംബഡി ഈസ് നോട്ട് ലവിങ്. സോ ആണ് ഇവിടെ ഇത് മാത്രം മാറാൻ പാടില്ല. ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ എഴുതാം, ഇതും കറക്റ്റാണ്, ഇതും കറക്റ്റാണ്. പക്ഷെ ഇവിടെ നോക്കൂ, ഹൗസ് എക്സ്, ഇത് വളരെ എവിടെ നിന്ന് ഏത് വീഡിയോ എടുത്ത് നോക്കിയാലും ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ക്ലിയർ ആയിട്ട് പറയുന്നു. ഇനി നമുക്ക് ഇതിനെ ഉള്ളിലേക്ക് എഴുതാം. എന്ത് എഴുതാം? ഫോർ ഓൾ എക്സ്
then bracket there exists by ഇങ്ങനെയും എഴുതാം. അപ്പൊ 3 വിധത്തിൽ എഴുതാം. ഇതാണ് ഏറ്റവും എളുപ്പം. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഈ ഒരു വാക്ക് കിട്ടുകയാണെങ്കിൽ there for all x ഒരാളുണ്ട്, അയാൾ എല്ലാവരും അയാളെ സ്നേഹിക്കുന്നു. അപ്പൊ നമുക്ക് ക്രമം അപ്പൊ ഇങ്ങനെയും ഇതാണ്. പക്ഷെ എന്താ പറയാ, everyone has a particular property named property that they love something. ഇനി on the other hand there exists by for all x നമ്മൾ രണ്ടാമത്തെ രീതിയിൽ അതും ബ്രാക്കറ്റ് ചെയ്താൽ പക്ഷെ someone in the world has a particular property namely ഇത് രണ്ടും വാക്കുകൾ സെയിം മീനിങ് ആണ്. പക്ഷെ ഇപ്പൊ പറയില്ലേ മാച്ച് നമ്മൾ പാസീവ് സെന്റൻസ് he killed one person or one person is being killed by him അല്ലെ. അപ്പൊ അതുപോലെയാണ് നമ്മൾ എന്താ പറയാ രാമൻ killed രാവണൻ ഇതും കറക്റ്റാണ്. ഇനി എങ്ങനെയാണ് രാവൺ was killed by രാമൻ അല്ലേ, പാസീവ് സെന്റൻസ്. രണ്ടിലും സെന്റൻസിന് മീനിങ് എന്താണ്, സെയിം തന്നെയാണ്. അപ്പൊ ഇങ്ങനെയും എഴുതാം ഇങ്ങനെയും എഴുതാം. മനസ്സിലായോ? ഇനി കോണക്ഷൻസ്, വാട്ട് ആർ ദ കണക്ഷൻസ്? ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് ഇത് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആവുകയും പഠിച്ചാൽ നിങ്ങൾക്ക് എന്താ പറയാ ഇനി വരാൻ പോകുന്ന എക്സാംസ് മനസ്സിലാവും. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ, എവരി വൺ ഡിസ്ലൈക്സ് പാസ്നേപ്പ്. ഇപ്പോൾ പാസ്നേപ്സ് എന്നൊരു സംഭവം does not exist someone. ഇവിടെ നോക്കൂ, asserting that there does not exist someone. ഇവിടെ നോക്കൂ, everyone dislikes fast. ഡിസ്ലൈക്ക് അപ്പൊ എന്താണ് നെഗേഷൻ. എവരിവൺ എന്താ ഫോർ ഓൾ എക്സ്. അപ്പൊ ഫോർ ഓൾ എക്സ് ഡസ് നോട്ട് ലൈക്ക് എന്ന് ആരെ ലൈക്ക് ചെയ്യുന്നില്ല? പാസ്നേപ്പ് ഫോർ ഓൾ എക്സിസ്റ്റിന് ആ എക്സ് ആണ് ഇവിടെ കാണാം. ഫോർ ഓൾ എക്സ് എല്ലാവരും പാസ്നേപ്പ് ഇഷ്ടമില്ല. അപ്പോൾ ഫോർ ഓൾ എക്സ് ആ എക്സ് ആണ് എല്ലാവരും. ആര് ഇഷ്ടമല്ല? പാസ്നേപ്പ് ഇഷ്ടമല്ല. ഇതിന്റെ അർത്ഥം എന്താണ്? there does not exist. ഇപ്പോൾ നമ്മൾ പറയില്ലേ എന്താ പറയാ മാച്ച് ഈസ് ക്യാൻസൽ. അപ്പൊ നിങ്ങൾ പറയുമ്പോൾ സാർ മാച്ച് സബൻഡന്റ്. അപ്പോൾ അസർട്ടീവ് പറയാം നെഗറ്റീവും പറയാം, മനസ്സിലായി? രണ്ടും സെയിം. അപ്പൊ അതിൽ നമ്മൾ there does not exist someone with who like them. പാസ്നേപ്പ് ഇഷ്ടപ്പെടാത്തവര് ആരുമില്ല, അങ്ങനത്തെ ഒരു വ്യക്തിയില്ല, അതാണ് അർത്ഥം. അപ്പൊ നോക്കൂ, there exists x, അങ്ങനെ ഒരു വ്യക്തി ഇല്ല. എന്ത്? പാസ്നേപ്പ് ഇഷ്ടപ്പെട്ടവരെ നമ്മൾ കണ്ടുപിടിച്ചില്ല. പാസ്നേപ്സ് എന്നൊരു സംഭവത്തെ ഇഷ്ടപ്പെട്ടു എന്നൊരു ലിസ്റ്റ് ഇല്ല. ഇഷ്ടപ്പെട്ടവരാരും ആ ലിസ്റ്റിൽ കാണാനില്ല. there exists അങ്ങനെ ഒരാളില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ആർക്കാണ് പാസ്നേപ്പ് ഇഷ്ടമല്ല. ഓക്കെ. ഇനി everyone likes x. everyone എന്താണ്? for all x. അപ്പൊ എക്സ് ഇവിടെ ഏതാണ് predicate? likes x, s means that there is no one. അപ്പൊ ഇതിനർത്ഥം എന്താ? everyone likes ice cream എങ്ങനെ നെഗറ്റീവ് പറയാം? ഈ ലോകത്തില് ഐസ്ക്രീം ഇഷ്ടപ്പെടുന്നവർ ആരുമില്ല. there does not exist someone who likes ice cream. ഇവിടെ everyone likes ice cream. അപ്പൊ there does not exist. ഇവിടെയും നെഗറ്റീവ്, ഇവിടെ നെഗറ്റീവ് എന്താ? പോസിറ്റീവ്. that means everyone likes ice cream. there does not exist അങ്ങനെ ഒരാളില്ല. നെഗേഷൻ കണ്ട, രണ്ടും നെഗേഷൻ ഉണ്ടാവും, പോസിറ്റീവും ഇത് തന്നെയാണ്. പക്ഷെ ഇവിടെ there exists പാടില്ല. everyone അല്ലേ, there exists some person who likes ice cream ന് പിന്നെ നമുക്ക് ആ രീതിയിൽ, പക്ഷെ ഇതങ്ങ് എഴുതാൻ പാടില്ല. അതാണ് ഈ കണക്ഷൻസ്. മനസ്സിലായി? കണക്ഷൻ ബിറ്റ്വീൻ ഫോർ ഓളും ഫോർ സമ്മും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? നിങ്ങൾ ഇത് പോസിറ്റീവ് ചെയ്താണെങ്കിൽ ഇത് നെഗറ്റീവ് ചെയ്താൽ, പക്ഷെ രണ്ടും നെഗറ്റീവ് ചെയ്യണം. അങ്ങനെ ഒരു വ്യക്തിയില്ല ഐസ്ക്രീം ഇഷ്ടപ്പെടാത്തത്. ഡസ് നോട്ട് അങ്ങനെ ആളെ ഇല്ല. ഡസ് നോട്ട് സമ്മൺ, ഇവിടെ ഡസ് നോട്ടും അവിടെയും ഡസ് നോട്ടും രണ്ടും യു. ഉദാഹരണം, ഇഫ് യു ഡോണ്ട് വർക്ക് ഹാർഡ് യു വോണ്ട് പാസ്. വർക്ക് ചെയ്തില്ലെങ്കിൽ പാസ്സാവില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ്. സെയിം തന്നെ ഇത് ഇംഗ്ലീഷിൽ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ടാവും.
അപ്പൊ ഇനി ഡി മോർഗൻസ് ലോ പ്രൊപ്പോഷണോളജിയിൽ പറയുമ്പോൾ സെയിം റൂളാണ്. പക്ഷെ ഇത് മാത്രം എക്സ്ട്രാ റൂളാണ്. ഇത് മാത്രം എക്സ്ട്രാ. ബാക്കി ഇതൊക്കെ നിങ്ങൾ എന്താ പറയുക, ഇത് നമ്മുടെ ഡി മോർഗൻസ് ലോ P or Q negation into P negation and Q negation. ഇത് P and Q negation ആണ്. P negation or Q negation. പിന്നെ ഡബിൾ കോംപ്ലിമെന്റാരിറ്റി ലോ അല്ലേ, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്, ഇത് തന്നെയാണ് ഇവിടെ. അതുപോലെ ഫോർ റെനോൾഡ്സ് നെഗേഷൻ പി എന്നർത്ഥം. ഇത് അങ്ങനെ ഒരാള് ഫോർ ഓൾ എക്സ് നെഗേഷൻ പി എന്നർത്ഥം. ഒരു ആരും ഇഷ്ടമല്ല അതിനർത്ഥം വേറെ എക്സ് സംബന്ധം. അങ്ങനെ ഒരു വ്യക്തി ഇഷ്ടപ്പെട്ടവര് ആരും പീനെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി ഒരാളില്ല അതിനർത്ഥം. എല്ലാവരും പീനെ ഇഷ്ടപ്പെട്ട, അതിനർത്ഥം പീനെ ഇഷ്ടപ്പെട്ടവര് ആരും ഇല്ല അതിനർത്ഥം. അതുപോലെ ഇവിടെ നോക്കൂ, പി ഇഷ്ടപ്പെട്ടതിന് ആരുമേ ഇല്ല ഫോർ ഓൾ എക്സ്. പക്ഷെ അങ്ങനെ ആള് പി ഇഷ്ടപ്പെട്ടത് ആരും ഈ ലോകത്തിൽ കാണാനില്ല. അതിനർത്ഥം എന്താ, there exists someone who don't like P. പി ഇഷ്ടപ്പെടാത്ത ഒരാള് ആരുണ്ട്. പി ഇഷ്ടപ്പെട്ട ആരെയും കണ്ടിട്ടില്ലാത്ത there exists someone who does not like പി ഇഷ്ടപ്പെട്ടവരാരും കണ്ടിട്ടില്ല. ഇതിനർത്ഥം എന്താ നോക്കൂ, ഇതിനർത്ഥം ഇപ്പോ നമ്മളിപ്പോ ഈ ക്ലാസ്സിൽ ഇപ്പോ ഒരു രാഹുൽ എന്നൊരാളുകൾ, രാഹുലിനെ ഇഷ്ടപ്പെടാത്തത് രാഹുലിനെ ഇഷ്ടപ്പെട്ട ആരുമില്ല. അതാണ് ഇതിനുള്ളത്. അതിനർത്ഥം രാഹുലിന് ഇഷ്ടപ്പെടാത്ത ഒരാളില്ല. ഇവിടെ രാഹുലിന് ഇഷ്ടപ്പെട്ടവർ ആരുമില്ല. അത് രാഹുലിന് ഇഷ്ടമുള്ള ആള് ഇല്ല. അതിനർത്ഥം രാഹുലിന് ഇഷ്ടപ്പെടാത്ത ഒരാളുണ്ടാവില്ല. അതാണ് രണ്ടും സെയിം. അത് ഫോർ എവരി എക്സ് പി. അതിനർത്ഥം എന്താ, there exists x. അപ്പോൾ ഇത് രണ്ടും പോസിറ്റീവ് അല്ലേ. അപ്പോൾ എന്താണ്, ഇവിടെയും നെഗേഷൻ ഉപയോഗിക്കാം, ഇവിടെ നെഗേഷൻ ഉപയോഗിക്കാം. ഇവിടെ നെഗേഷൻ ഉപയോഗിക്കുമ്പോൾ എന്താണ്, ഈ ഫോർ ഓൾ എന്തായി മാറും, ഫോർ സം ആവും. മൈനസ് മൈനസ് there exists or ഫോർ എക്സ് പി ആണ്. ഇതിൽ പോസിറ്റീവ് അല്ലേ. അപ്പോൾ ഇവിടെയും അതുപോലെ നേരത്തെ ഇതും പോസിറ്റീവ് ആണ് എന്നർത്ഥം. ഇവിടെയും നെഗേഷൻ, ഇവിടെയും നെഗേഷൻ. ഇതൊന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലതാണ്. ലോ പ്രോബ്ലം ചെയ്യാൻ നമുക്ക് ഉപകരിക്കും. ഇക്വാലിറ്റി എന്ന് എന്താ, ഈക്വൽ സിമ്പിൾ. അതായത് രണ്ടിനും ഒരേ ഒബ്ജക്റ്റ് അടക്കം. ഉദാഹരണം പറയാം, 2+2 = റൈറ്റ് സൈഡിൽ 4 ആണ്, ലെഫ്റ്റ് സൈഡിൽ 2+2 ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, 4 ആണ്. അതുപോലെയാണ് ജോണിന്റെ ഫാദർ ആണ് ഹെൻറി. അതായത് ആ ക്ലാസ് റൂമിൽ അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ സൊസൈറ്റി ഹെൻറി എന്നൊരാളുണ്ട്. ആ ഹെൻറി ആരാണ്, ജോണിന്റെ ഫാദർ ആണ്. അപ്പോൾ നമ്മൾ ഹെൻറി ആണോ, ജോണിന്റെ ഫാദർ ആണോ? അതെ. അപ്പോൾ രണ്ടിനെയും ഡിവൈഡ് ചെയ്യണം. ജോണിന്റെ ഫാദർ ആരൊരാൾ ജോണിന്റെ ഫാദർ ആണ്, ആ പേരാണ് എന്ത്, ഹെൻറി. അപ്പോൾ അതാണ് ഇക്വാലിറ്റി. ഇനി നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ നോക്കാം. റിച്ചാർഡ് ഹാസ് അറ്റ്ലീസ്റ്റ്. ഇതൊന്നും പ്രൊപ്പോസ് നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇവിടേക്ക് പ്രെഡിക്കേറ്റ് ലോജിക്ക് പറയാം. അറ്റ്ലീസ്റ്റ് റിച്ചാർഡിന് അറ്റ്ലീസ്റ്റ് 2 ബ്രദേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ റിലേഷൻ ആണ് ബ്രദേഴ്സ്. എത്ര ബ്രദേഴ്സ് ഉണ്ട്, 2 ബ്രദേഴ്സ്. ഹാസ് അറ്റ്ലീസ്റ്റ് മിനിമം. അപ്പോൾ എന്താണ്, ആൻഡ് എന്തായാലും അറ്റ്ലീസ്റ്റ് മിനിമം. അപ്പോൾ എന്താണ്, ആൻഡ് എന്തായാലും. അപ്പോൾ 2 ബ്രദേഴ്സ് ഉണ്ട് ആർക്ക്, റിച്ചാർഡ്. അപ്പോൾ രണ്ട് റിലേഷനും ഒരു ആർഗ്യുമെന്റ് എന്തായിരിക്കും, റിച്ചാർഡ് ആയിരിക്കും. ഇനി 2 ബ്രദേഴ്സ്. ഇപ്പൊ ഞാൻ നോക്കാം, എനിക്ക് 2 ബ്രദേഴ്സ് ഉണ്ട്. ആ 2 ബ്രദേഴ്സും ഒരേ വ്യക്തിയായിരിക്കുമോ? അല്ല, അല്ലേ. അപ്പോൾ ഇവിടെ ഓൾ ആയിരിക്കും വരിക, there exists വരിക, there exists. അപ്പോൾ there exists brothers of X, Richard and
brothers, brother, not brothers, അല്ല brother of y, Charles. And x should not equal to y. അപ്പൊ എനിക്ക് രണ്ട് ബ്രദർ ഉണ്ട്. ഒന്ന് ജിതേഷും ഒന്ന് പ്രവീണും. ജിതേഷ് പ്രവീണും വീട്ടിൽ വിളിക്കുന്ന രണ്ട് വ്യത്യസ്ത പേരായിരുന്നു. അതായത് ഇവ ഞാൻ പറയും ജിതേഷിനെ പ്രവീൺ എന്ന് വിളിക്കുന്നുണ്ട് പറഞ്ഞാൽ അതിനകത്ത് എന്താ, ജിതേഷും പ്രവീണും ഒരേ വ്യക്തിയല്ലേ, അത് പാടില്ല. അറ്റ്ലീസ്റ്റ് രണ്ട് ബ്രദർ ഉണ്ടാവും. ടോട്ടലി ആ ഫാമിലി എത്ര ഉണ്ടാവും? 3 ഉണ്ടാവും. എന്നെ കൂടാതെ 2 പേരും കൂടി ഉണ്ടാവും. അല്ല എനിക്ക് 2 ബ്രദേഴ്സ് ഉണ്ട്, ആ 2 ബ്രദേഴ്സ് പേര് ജിതേഷും പ്രവീണാണ്. പക്ഷെ ജിതേഷും പ്രവീണും രണ്ടുപേരും 2 നെയിമും ഒരേ ആള് റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ അത് ബ്രദേഴ്സ് എന്ന് പറയാൻ, 2 ബ്രദേഴ്സ് എന്ന് പറയാൻ ഇല്ല. അപ്പൊ ഈ ഒരു കണ്ടീഷൻ എഴുതണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. ഇത് നിങ്ങൾ എഴുതണം. എക്സ് ഷുഡ് നോട്ട് ഈക്വൽ ടു വൈ, അതാണ് നെഗേഷൻ. ആൻഡ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ. ഈ ഒരു സെന്റൻസിന്റെ കമ്പ്യൂട്ടർ റെപ്രസെന്റേഷൻ ആണ് ഇത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മാർക്ക്. ഇതുപോലത്തെ 5 ക്വസ്റ്റ്യൻസ് ചോദിക്കും പരീക്ഷയ്ക്ക്. അപ്പൊ നിങ്ങൾ എന്താ പറയുക, എസ് എഴുതുമ്പോൾ ഇത് ചൂസ് ചെയ്യാൻ കുറച്ചുകൂടി നല്ലത്. ഓക്കെ, ഇനി അടുത്ത എക്സാമ്പിളാണ് എഫ്ഒയിൽ. ഇനി ജസ്റ്റ് മെമ്മറൈസ് ചെയ്യണം. അപ്പോൾ എന്താണ് യൂണിവേഴ്സിലും അപ്പോൾ ഇവിടെ ഓർമ്മിക്കേണ്ടത്, യൂണിവേഴ്സ് ക്വാളിഫൈ ചെയ്യുമ്പോൾ ഇംപ്ലിക്കേഷൻ ആയതുകൊണ്ട് എക്സ്റ്റൻഷൻ ക്വാളിഫൈസിൽ ആംബസിൻ്റെ ആവില്ല. ഇവിടെ നിങ്ങൾ നോക്കൂ, ഞാൻ എക്സാമ്പിൾ പറയാം. ഇവിടെ നോക്കൂ, എന്താ ദർ എക്സിസ്റ്റില് ആൻഡ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നേരെ വിളിച്ച് ഇവിടെ നോക്കൂ, ഫോർ ഓളിൽ എന്താ വരുന്നത്? ഇതല്ല, സോറി, ഇതാണ് യൂണിവേഴ്സൽ. യൂണിവേഴ്സലില് ഇംപ്ലിക്കേഷൻ ആണ് മെയിൻ ആയിട്ട് ഉപയോഗിക്കുക. ഇതാണ് നോർമൽ പോയിന്റ്. ഫോർ ഓളില് എപ്പോഴും എന്തായിരിക്കും? ഇംപ്ലിക്കേഷൻ ആയിരിക്കും. അതായത് ഓവർ ആയിരിക്കും. നെഗേഷൻ പി ഓർ ക്യൂ, പി ഇംപ്ലൈസ് ക്യൂ എന്നത് നെഗേഷൻ പി ഓർ ക്യൂ ആണ്. പക്ഷെ എക്സ്റ്റൻഷനിൽ എപ്പോഴും എന്തായിരിക്കും? ആൻഡ്. ഇത് മാത്രം നിങ്ങൾ തലയിൽ ഒന്ന് ഓർമ്മിക്കുക. എപ്പോഴും പോയിന്റ്സ് ടു റിമെമ്പർ, ഇതെപ്പോഴും ഓർത്തിരിക്കുക ഈ പോയിന്റ്സ്. എക്സ്റ്റൻഷനിൽ വരുമ്പോൾ എപ്പോഴും ആൻഡ് ആയിരിക്കും. ഫോർ ഓളിൽ എന്തായിരിക്കും? ഇംപ്ലിക്കേഷൻ. ഓക്കെ, ഓക്കെ. ഇനി അടുത്ത പോയിന്റ് എന്താണ്? മെയിൻ കൺക്യൂ. മെയിൻ കൺക്യൂ ഫോർ എക്സ്റ്റൻഷൻ കോൺഫിഡൻസ് അത് പ്രോപ്പർട്ടീസ്. യൂണിവേഴ്സ് കൊണ്ട് ഫോർ ഓൾ എക്സ് ഫോർ ഓൾ വൈ ഇസ് സിമിലർ ടു, ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ രണ്ടിനെയും കോമൺ ലെറ്റർ എന്താണ്? ഫോർ ഓൾ. എക്സും വൈയും കോമ ഇട്ടിട്ട് ഇതാവാനും വേണമെങ്കിൽ ഓർഡർ മാറ്റാതെ, അതായത് ഫോർ ഓൾ വൈ ഫോർ ഓൾ എക്സ് ചെയ്താലും സെയിം കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്. എക്സ്റ്റൻഷൻ കൊണ്ട് സെയിം തന്നെയാണ്, പക്ഷെ ഇങ്ങനെ വരാൻ പാടില്ല. അതായത് there exists x for all y is not same as for all y there exists. അത് തെറ്റാണ്. ഇവിടെ എന്താ അർത്ഥം? എല്ലാ വൈകളും ഉണ്ട്, പക്ഷെ അതിൽ ഒരാളുണ്ട്. ഇപ്പൊ ഈ 40 പേരുണ്ട്, അതിൽ 40 പേര് ഞാൻ എക്സ് ചെയ്യുന്നു, ബാക്കി 4 പേര് വൈയും പറയും. അപ്പോ 4 പേര് എന്താണ്? വൈ അല്ല, സോറി എക്സ്, ബാക്കി 40 പേര് വൈ. അപ്പോൾ എല്ലാ വൈകളും ആ എക്സിൽ പെടുവോ? ഇല്ലല്ലോ. And there exists some x who don't like ice cream. 44 പേര്, നിങ്ങൾ 40 പേരും ഐസ്ക്രീം ഇഷ്ടപ്പെടുന്നവരാ, 4 പേര് ഐസ്ക്രീം ഇഷ്ടമല്ല. അതിനകത്ത് എന്താ? There exists some group people, but for all y is not similar to for all y that exists. ഇത് മാത്രം നിങ്ങൾ ഓർത്ത് വയ്ക്കാനുള്ളത്. ഓക്കെ, ഇനി നമ്മൾ വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കിലേക്കാണ് കിടക്കുന്ന എക്സാമ്പിൾസ്. എക്സാമ്പിൾസ് കഴിഞ്ഞാൽ എക്സാംസ് ഒരു എക്സാംസ് ഉണ്ടാവും. അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഈ ടോപ്പിക്ക് നമ്മുടെ ഈ പോർഷൻസ് കഴിയും. പക്ഷേ എക്സാംസ് ആണ് വളരെ
എന്താ പറയുക, മനസ്സിലാക്കേണ്ടത്. ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഏത് പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കൂ, ഓൾ ബേർഡ്സ് ഫ്ലൈ. ഇത് സിമ്പിൾ അല്ലേ, എല്ലാ ബേർഡ്സും ഫ്ലൈ ചെയ്യും. അപ്പൊ എന്താണ്, ബേർഡ്സ് എന്നൊരു എക്സ് ആണ്. അപ്പൊ എന്താണ്, ഫോർ ഓൾ എക്സ് ഫ്ലൈ ആണ് എന്ത് ഇവിടെ പ്രെഡിക്റ്റ്. ഫ്ലൈ കോമ എക്സ്, ഫ്ലൈ ഓഫ് എക്സ് കണ്ട. ഫോർ ഓൾ എക്സ് ആ എക്സ് എന്തായിരിക്കണം, ബേർഡ് ആയിരിക്കണം. ഇംപ്ലൈസ് കണ്ട, ഓൾ വന്നുകൊണ്ട് ഇംപ്ലൈസ്, ഫോർ ഓൾ ആയതുകൊണ്ട് ഇംപ്ലിക്കേഷൻ ഫ്ലൈ. അപ്പോൾ എല്ലാ എക്സും, പക്ഷെ ആ എക്സ് എന്തായിരിക്കണം, ബേർഡ് ആയിരിക്കണം. ആ എല്ലാ ബേർഡ്സും എന്തായിരിക്കണം, ഫ്ലൈ ആയിരിക്കും. അത് ബേർഡ് ആണെങ്കിൽ എന്ത് ചെയ്യണം, പറക്കണം. അപ്പോൾ then it can fly. അപ്പോൾ എക്സ് ക്യാൻ ഫ്ലൈ. ഇനി എവരി വൺ റെസ്പെക്ട് ഹിസ് പാരന്റ്. ഇവിടെ നിങ്ങൾ എന്ത് നോക്കേണ്ടപ്പോൾ എവരി മാൻ ആരെ റെസ്പെക്ട് ചെയ്യുന്നു, അവരുടെ പാരൻസിനെ റെസ്പെക്ട് ചെയ്യുന്നു. അപ്പോൾ എവരി മാൻ, അപ്പോൾ മാൻ നമുക്ക് എന്ത് ചെയ്യാം, എക്സ് എക്സിനെ, ആ എക്സ് എന്തായിരിക്കണം, മാൻ ആയിരിക്കണം. ആരെ റെസ്പെക്ട് ചെയ്യുന്നു, അവരുടെ പാരന്റ്. അപ്പൊ എന്താണ്, എല്ലാ പാരന്റും എന്ന് പറയാൻ പറ്റുമോ, അല്ല പാരന്റ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് പാരന്റ് പറഞ്ഞാൽ ഒരു വ്യക്തിയുള്ളൂ. അപ്പോൾ പാരന്റ് റെസ്പെക്ട് എക്സ് പാരന്റ്. ഫോർ ഓൾ എക്സ് ആ എക്സ് എന്തായിരിക്കും, മാൻ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അയാൾ ആരെ റെസ്പെക്ട് ചെയ്യണം, പാരന്റ് റെസ്പെക്ട്. ദെൻ റെസ്പെക്ട്സ് എന്നാണ് പ്രെഡിക്കേറ്റ് ഫംഗ്ഷൻ. ആ എക്സ് എന്നത് മാൻ ആണ്. എവരി മാൻ എന്താണ്, റെസ്പെക്ട് ഹിസ് പാരന്റ്. സോ എക്സ് പാരന്റ്. അപ്പോൾ ഇത് സിമ്പിളാണ്, ഇതും സിമ്പിളാണ്. ഇനി സം ബോയ്സ് പ്ലേ ക്രിക്കറ്റ്. അപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ 44 പേരിൽ എല്ലാവരും ക്രിക്കറ്റ് കളിക്കുന്നില്ല. അതിൽ സം ബോയ്സ്, സോറി ആൺകുട്ടികൾ, അപ്പോൾ 28 ആൺകുട്ടികളിൽ 10 പേരെ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. ഇപ്പോൾ ഓൾ ബോയ്സ് പറയാൻ പറ്റുമോ, ഇല്ല. അപ്പോൾ സം ആയതുകൊണ്ട് ബോയ്സ് നമുക്ക് എക്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ആ എക്സ് എന്തായിരിക്കണം, ബോയ്സ് ആയിരിക്കണം. എക്സ്, ആ എക്സ് എന്തായിരിക്കണം, ബോയ്സ് ആയിരിക്കണം. എന്ത്, പ്ലേ ക്രിക്കറ്റ്. ഇത്രേ ഉള്ളൂ. ഈ ഫോർ ഓൾ മാറ്റി ഫോർ സം ആക്കി, ഇത്രേ ഉള്ളൂ. ഓൾ ബോയ്സ് പ്ലേ ക്രിക്കറ്റ്, ഇവിടെ നേരെ തിരിച്ച് ബോയ്സ് പ്ലേ ക്രിക്കറ്റ്. പക്ഷെ രണ്ടും സെയിം മീനിങ് അല്ല. 3 എക്സാം കഴിഞ്ഞു. ഇനിയാണ് വരാൻ 3 എക്സാംസ് കോംപ്ലിക്കേറ്റ് വരാം. നോട്ട് ഓൾ സ്റ്റുഡൻസ് ലൈക്ക് ബോത്ത് മാത്തമാറ്റിക്സ്. നോട്ട് ഓൾ സ്റ്റുഡൻസ് ലൈക്ക് ബോത്ത് മാത്തമാറ്റിക്സ്. ഇതിന്റെ അർത്ഥം, ഇവിടെ 44 ആ 44 പേര് എല്ലാ സ്റ്റുഡൻസും മാത്തമാറ്റിക്സും സയൻസും ഇഷ്ടപ്പെടാത്തവർ. നോട്ട് ഓൾ സ്റ്റുഡൻസ്, മാത്തമാറ്റിക്സും സയൻസും ഇഷ്ടപ്പെടാത്ത സ്റ്റുഡൻസ് എന്താണ്, നോട്ട് ഓൾ സ്റ്റുഡൻസ്. ഓൾ സ്റ്റുഡൻസ് ലൈക്ക്, നോക്ക് നോട്ട് മാറ്റി നോക്കുക. നിങ്ങൾ ഇതിന്റെ ശരിക്കും അർത്ഥമെങ്കിൽ ഈ നോട്ട് ഒന്ന് മാറ്റുക. അത് ഓൾ സ്റ്റുഡൻസ് ലൈക്ക്. ഇപ്പൊ നിങ്ങൾ 44 പേരും എനിക്ക് മാത്തമാറ്റിക്സ് ഭയങ്കര ഇഷ്ടം, അവിടെ പക്ഷേ ഇതിൽ നോട്ട് ഓൾ സ്റ്റുഡൻസ് എന്താ, ഏതോ ഒരു വ്യക്തി മാത്സിന് ഇഷ്ടപ്പെടുന്നില്ല, പക്ഷെ സയൻസിന് ഇഷ്ടപ്പെടും. ഓക്കെ, ഇനി നിങ്ങൾ ചോദിക്കും, സർ അവൻ സയൻസിനെ ഇഷ്ടപ്പെടാത്താണെങ്കിലും യെസ്, അങ്ങനെ വരാം. എന്നാ വേറൊരു കാറ്റഗറി വരുമ്പോൾ അയാൾ സയൻസ് ഇഷ്ടപ്പെടും, പക്ഷെ മാത്സിന് ഇഷ്ടപ്പെടില്ല. അപ്പൊ ഈ ഗ്രൂപ്പ് വരുമോ, രണ്ടും വേണം. രണ്ടും ഇഷ്ടപ്പെടുന്നവരെ മാത്രം ആ ഗ്രൂപ്പിൽ പഠിക്കും. ഇനി വേറൊരു എക്സാമ്പിൾ വെക്കാം, എനിക്ക് മാത്സും ഇഷ്ടമല്ല സയൻസും ഇഷ്ടമല്ല, അപ്പൊ ഞാൻ ഗ്രൂപ്പിൽ വരുമോ, ഇല്ല. അതായത് ഓൾ സ്റ്റുഡൻസ് ലൈക്ക് അതിൽ വരുമോ, ഇല്ല. പക്ഷെ ഈ ഗ്രൂപ്പ് വരാനോ, അത് 3 കണ്ടീഷനാണ്. ഒന്ന് മാത്സ് മാത്രം ഇഷ്ടപ്പെടുന്നുണ്ടാവും, പക്ഷെ സയൻസിന് ഇഷ്ടപ്പെടില്ല. ഇനി സയൻസ് മാത്രം ഇഷ്ടമുണ്ടാവും, പക്ഷെ മാത്സിന് ഇഷ്ടപ്പെടില്ല. രണ്ടും ഇഷ്ടമല്ല, 3 കണ്ടീഷനാണ്. ഇത് നോക്കൂ, ഒരു എക്സ് ഒരാളുണ്ട്, അത് ഞാനാണ് ചെയ്യുക. ഒരാളില്ല, ഫോർ ഓൾ എക്സ്. ഇങ്ങനെ അത്രേ ഉള്ളൂ. നിങ്ങൾ ഇത്ര ആലോചിക്കാൻ ഒന്നുമില്ല. ഇവിടെ നോട്ട് ആയതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് വരാം. അപ്പോൾ ഓളിൻ്റെ മുമ്പിൽ എന്ത് ചെയ്യുക, നെഗേഷൻ വെക്കുക. സ്റ്റുഡൻസ് ആയതുകൊണ്ട് എക്സ് ഇടുക. ആ എന്താണ്, ലൈക്ക് ആണ്. അപ്പോൾ എക്സ് എന്താണ്, സ്റ്റുഡൻസ് ആയിരിക്കണം. സ്റ്റുഡൻറ്, നോട്ട് സ്റ്റുഡൻസ്, സ്റ്റുഡൻറ്. എക്സ് സ്റ്റുഡൻറ് ആയിരിക്കണം. എന്താണ്, ലൈക്ക് അതാണ് ഫംഗ്ഷൻ. ബോത്ത്, അപ്പോൾ എന്താണ്, എക്സ് കോമ മാത്തമാറ്റിക്സ് ആൻഡ് ലൈക്ക് എക്സ് കോമ സയൻസ്.
എക്സ് മാത്തമാറ്റിക്സിന് ഇഷ്ടപ്പെട്ടത്, എക്സ് സയൻസ് ഇഷ്ടപ്പെടുന്നത്. പക്ഷെ ആ എക്സ് ആരായിരിക്കണം? സ്റ്റുഡൻ്റ് ആയിരിക്കണം. അത് ഓൾ സ്റ്റുഡൻസ് ആയിരിക്കാം. പക്ഷെ നെഗേഷൻ. ഇത്രേ ഉള്ളൂ. നാലാമത്തെ പ്രോബ്ലം സോൾവ് ആയി. സംശയം ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കാം. ഇനി ഓൺലി വൺ സ്റ്റുഡൻറ്, ഇതാണ് നിങ്ങൾക്ക് കോംപ്ലിക്കേഷൻ വരാൻ പോകും. ഓൺലി വൺ സ്റ്റുഡൻറ് ഫെയിൽ ഇൻ മാത്തമാറ്റിക്സ്. ഓ, ഇത് വല്ലാതെ കഷ്ടം. ഓൺലി വൺ സ്റ്റുഡൻറ് ഫെയിൽ ഇൻ മാത്തമാറ്റിക്സ്. അതായത് മാത്സ് റിസൾട്ട് 44 പേര് 44 പേര് 43 പേര് പാസ്സാണ്. അത് വളരെ പറയാൻ എളുപ്പമല്ലേ? നെഗേഷൻ എത്തിയാൽ മതി. നെഗേഷൻ എത്തിയാൽ ഇനി ദർ എക്സിസ്റ്റ്. 44 പേര് ഒരാളിൽ ഫെയിൽ ആകത്തില്ല. ദർ എക്സിസ്റ്റ് എത്തുന്നുണ്ട്. ആ എക്സ് ആണ്. അതും സ്റ്റുഡൻ്റ് ആയിരിക്കണം. കാരണം വൺ സ്റ്റുഡൻ്റ് ആണ്. അവൻ എന്താണ്? എക്സ് ആണ്. ഏതൊരു ഫെയിലായി? മാത്സ്. അപ്പോൾ എക്സ് ഫോർ മാത്തമാറ്റിക്സ് ഫെയിൽ. അതാണ് ഫംഗ്ഷൻ. പക്ഷെ എന്തായിരിക്കണം? ബാക്കി എല്ലാ സ്റ്റുഡൻസും എന്തായിരിക്കണം? പാസ്സായിരിക്കും. ആൻഡ് ഒരുത്തരാണ് ഫെയിൽ ആയിരിക്കണം. ബാക്കിയുള്ളവരായിരിക്കും വൈ. ഫോർ ഓൾ വൈ. ആ വൈയും എക്സും സെയിം ആകാൻ പാടില്ല. നിങ്ങൾ 45 പേര് ഒരുത്ത് മാത്രം തോറ്റി. അപ്പോൾ ആ ഒരുത്ത 43 പേരിൽ വിടുവോ? വരാൻ പാടില്ല. അതാണ് എക്സ് ഈസ് ഈക്വൽ വൈ നെഗേഷൻ. ദെൻ ആൻഡ് ആ 40 പേരും എന്തായിരിക്കാം? ഫെയിൽഡ് ആവാൻ പാടില്ല. ഇതാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നത്. ഇത് മാത്രം എഴുതിയാൽ പോരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ എക്സിസ്റ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ എഴുതാൻ കാരണം. ഇത് എഴുതാൻ കാരണം ദർ എക്സിസ്റ്റ് ഒരു കൂട്ടം ആൾക്കാരുണ്ട് എന്ന് പറയാറില്ല. ഓൺലി വൺ സ്റ്റുഡൻ്റ്. അതുകൊണ്ടാണ് പറയുന്നത്. ഇപ്പം നിങ്ങൾ സാർ 100 പേരാണെങ്കിൽ 80% ആൾക്കാർ എസ് പറഞ്ഞിട്ട് ഞാൻ ബൈ 20% ആവണം. അത് വളരെ പറയാൻ എളുപ്പം. പക്ഷെ ഓൺലി വൺ സ്റ്റുഡൻ്റ് ആണ്. അപ്പം അത് വേർതിരിച്ച് പറയണമെങ്കിൽ ഇത് എന്തായാലും എക്സിസ്റ്റ്. ഒരു ആളുണ്ട്, അയാളുടെ പേര് എക്സ് ആണ്, അത് സ്റ്റുഡൻ്റ് ആണ്, അയാൾ മാത്സ് തോറ്റു. പോരാ, അയാൾക്കിപ്പോൾ നമ്മൾ ആരെ ഡീനോട്ട് ആ എക്സ് ആരാണ്? വൈയിൽ പെടാൻ പാടില്ല. അപ്പൊ വൈ ആരായിരിക്കണം? ഇതില് മാത്സ് ജയിച്ചിരിക്കണം. അതായത് ഫെയിൽഡ് ആകാൻ പാടില്ല. ആ എന്താണ്? ദേറിന്റെ ഓപ്പോസിറ്റ് എന്താണ്? പക്ഷെ എക്സ് ആയിരിക്കുമോ? അവൻ പെടുവോ? 44 പേരും 43 പേരും പാസ്സാണ്. അപ്പൊ എന്നെ എടുക്കുമ്പോ ഫോർ ഓൾ ആ 43 പേര് പ്ലസ് ഇ എക്സ്. മനസ്സിലാവും? അപ്പൊ ഇത് കുറച്ച് ടഫാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ ഡൗട്ട് ചോദിക്കാം. ഇത്തിരി എന്താ പറയാ, ആലോചിക്കുന്നേ ഉള്ളൂ. ഒരു ലോജിക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതാ പ്രെഡിക്കേറ്റ്. അതാണ് ലോജിക് പറയാൻ. ഓക്കെ, ഇനി നമ്മൾ നിങ്ങളെ എക്സാമ്പിൾ സെക്കൻഡ് സീരീസ് ടെസ്റ്റിൽ നമ്മളത് ചെയ്യാം. പരീക്ഷയ്ക്ക് നിങ്ങൾ ആൻസർ തന്നു, ശരിയാണ്. ഇനി നിങ്ങൾ ആലോചിക്കാം, കൺസിഡർ വൊക്കാബുലറി. അപ്പോൾ കുറെ പ്രെഡിക്കേറ്റ് ലോജിക് വന്നിട്ടുണ്ട്. ഓക്യുപ്പേഷൻ പി കൊമ പിയുടെ പി ഹാസ് ആൻ ഓക്യുപ്പേഷൻ. അതായത് ആദ്യത്തെ ആർഗ്യുമെന്റ് പി പറയുന്ന പേഴ്സൺ ആണ്, ഓ പറയുന്ന ഓക്യുപ്പേഷൻ. അതുപോലെ P1 P2. P1ന്റെ കസ്റ്റമർ ആണ്, P2യുടെ കസ്റ്റമർ ആണ് P1. P1 is a customer of person P2. P2യുടെ കസ്റ്റമർ ആണ് P1. അതുപോലെ ബോസ്. ഇതിലാരെ ബോസ്? P1 ആണ് P2 ആണ്? P1 is a boss. ഓക്കെ, ഇനി അത് ഡോക്ടർ, സർജൻ, ലോയർ, ഇതെല്ലാം കോൺസ്റ്റൻസ് ആണ്. അതായത് ഈ പറയാൻ പോകുന്ന എക്സാമ്പിൾസ് ചെയ്യുന്നത് ഈ ഡോക്ടറും സർജനൊക്കെ എന്താണ്? വാല്യൂ ആണ്. മറ്റേതാണ് ഓക്യുപ്പേഷൻ ജനറൽ ആണ്, വേരിയബിൾ ആണ്, ഈ ഫംഗ്ഷൻ ആണ്. വേരിയബിൾ സ്മോൾ ലെറ്ററിൽ എഴുതിയിട്ട് ഈ P1 P2 എന്നതല്ലേ, അതെന്താണ്? അതും ഒരു വേരിയബിൾ ആണ്. എമിലി ജോയ് അതൊരു കോൺസ്റ്റന്റ് ആണ്. അപ്പം നമുക്ക് ABCD 5, 6, 7 ക്വസ്റ്റ്യൻ ഉണ്ട്. 7 ക്വസ്റ്റ്യൻ. ഇത് അടുത്ത സ്ലൈഡിലാണ് എക്സാമ്പിൾ. അടുത്ത സ്ലൈഡാണ് അതിന്റെ ആൻസേഴ്സ്. അപ്പൊ നിങ്ങൾ തന്നെ ഇവിടുന്ന് ആലോചിക്കും, എമിലി is either a surgeon or lawyer. അപ്പൊ എമിലി ആരായിരിക്കണം?
പീപ്പിൾ, അതായത് പേഴ്സൺ ആയിരിക്കണം. എമിലി പേഴ്സൺ ആയിരിക്കണം. അയാളുടെ സർജനും ലോയർ എന്താണ്? സർജൻ എന്ന ഒരു ഓക്യുപ്പേഷൻ അല്ലേ, ലോയറും ഒരു ഓക്യുപ്പേഷൻ അല്ലേ, ഓർ അല്ലേ? അപ്പം ഡിസ്റ്റിങ്ഷൻ അല്ല അല്ലേ? ആ വീനെ തിരിച്ച് എഴുതിയിട്ടുള്ള ആ സിമ്പിൾ വേണം. ഓക്യുപ്പേഷൻ ഇപ്പോൾ എന്താണ്? എക്സ് കോമ സർജൻ ഓവർ എക്സ് കോമ ലോയർ. ആ എക്സ് കോമ ആരായിരിക്കണം? എമിലി. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ എക്സ് കോമ എമിലി. ഇനി നമുക്ക് ആൻസർ നോക്കാം. ഓക്യുപ്പേഷൻ, എമിലിയുടെ ഓക്യുപ്പേഷൻ, അതാണ് ഫംഗ്ഷൻ. എമിലിയുടെ ഓക്യുപ്പേഷൻ എന്താണ്? സർജൻ ആവാം, ഓ ഓക്യുപ്പേഷൻ ഓഫ് എമിലി ലോയർ. ഇതാണ് ഞാൻ പറഞ്ഞത്. എമിലിയുടെ ഓക്യുപ്പേഷൻ അതാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇവിടെ എഴുതുന്നത്. ഈ ഒരൊറ്റ വാക്ക് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. പേഴ്സൺ പി ഹാസ് ഓക്യുപ്പേഷൻ ഓ. ഓ എന്തെങ്കിലും ഇവിടെ അയക്കണം സർജൻ ലോയർ സബ്സ്റ്റിറ്റ്യൂട്ട്. ഇവിടെ പി ആരായിരിക്കാം? ഇവിടെ രണ്ട് പേഴ്സൺ ആയിരിക്കാം, രണ്ട്. ഓക്കെ, എമിലി ഉണ്ട്, ജോ ഉണ്ട്. പിയുടെ അവിടേക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? എമിലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ജോയ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓയിലൂടെ ഡോക്ടർ, സർജൻ, ലോയർ, ആക്ടർ. ഇനി ഫസ്റ്റ് വരാൻ പോകുന്നത് അത് വരാൻ പോകുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ മനസ്സിലായല്ലോ. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ, ജോ ഇസ് എൻ ആക്ടർ. അപ്പൊ ആക്ടർ എന്താണ്? ഓക്യുപ്പേഷൻ അല്ലേ? അപ്പോൾ ജോയ് ആരാണ്? ഓക്യുപ്പേഷൻ ഓഫ് ജോയ് കോമ ആക്ടർ. ജോയ് ഒരു ആക്ടറാണ്. ബട്ട് ഹി ഓൾസോ കോൾ, അപ്പൊ എന്താണ്? ആൻഡ് ഇവിടെ ഓവറിൽ ബട്ട് ഹി കോൾസ് അനൂർ ജോബ്. അപ്പൊ അനൂർ ജോബ് എന്തായിരിക്കണം? ഇവിടെ പറയുന്നുണ്ട് അനൂർ ജോബ് എന്താണ്? പറയുന്നില്ല. അപ്പൊ എന്താണ്? ഓ അതായത് ആക്ടറാണ്, പക്ഷെ ചിലപ്പോൾ ഡോക്ടർ ആവാം, ചിലപ്പോൾ സർജൻ ആവാം, ചിലപ്പോൾ ലോയർ ആവാം. അപ്പൊ നോക്കൂ, ഓക്യുപ്പേഷൻ ഓഫ് ജോയിയുടെ ഓക്യുപ്പേഷൻ ആക്ടറാണ്. ജോയുടെ ഓക്യുപ്പേഷൻ ആക്ടറാണ്. ആൻഡ് അതില് ഏതോ ഓക്യുപ്പേഷൻ ദർ എക്സിസ്റ്റ് കണം എങ്ങനെ വേണേ അയാളൊരു ബട്ട് ഹി കോൾസ് വന്നു ആൻഡ് അത് ഞാൻ പറഞ്ഞത്. പക്ഷെ ദർ എക്സിസ്റ്റ് കുറെ ഓക്യുപ്പേഷൻ ആയതുകൊണ്ടാണ് നമ്മൾ ദർ എക്സിസ്റ്റ്. അയാള് എന്താവാം? ഡോക്ടർ ആവാം, ലോയർ ആവാം, ഇതെന്താണ് ഒന്നുണ്ടല്ലോ, ആ സർജൻ ആവാം. അപ്പൊ എന്താണ് ഓക്യുപ്പേഷൻ? ജോയ് അപ്പൊ ഇവിടെ ഗ്രൂപ്പ് ആയിട്ട് പറയുന്നില്ല, ഒരു ഓക്യുപ്പേഷൻ ദർ എക്സിസ്റ്റ് ഒക്കെ. അയാൾ ഹി കോൾസ് അനദർ ജോബാ പറഞ്ഞു, അനദർ ജോബ് പറഞ്ഞു. അത് ഓക്കെ, സർജൻ ആണോ അല്ല ലോയർ ആണോ എന്ന് പറയുന്നില്ല. അപ്പൊ ദർ എക്സിസ്റ്റ് ഒരു ജോബാണ്. അയാൾക്ക് എത്ര ജോബ് സ്പെസിഫൈ ചെയ്തിട്ടില്ല, ക്വസ്റ്റ്യൻ അതാണ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടോ? ബട്ട് ഹി കോൾസ് അനദർ ജോബ് പറഞ്ഞില്ല. അയാൾ സർജൻ ആണോ ലോയർ ആണോ പറഞ്ഞിട്ട് അത് ഏതാണ് നമുക്ക് എഴുതായിരുന്നു. അതുകൊണ്ടാണ് ഈ ഓന് ദർ എക്സിസ്റ്റ് ഫോർ സം. ആ ഓം ഓം ആ ഓക്യുപ്പേഷൻ എന്തായിരിക്കണം? ആക്ടറാണ്. ഈ അനദർ ജോബ് എന്ന് പറയുന്നത് ആക്ടർ ഒരു ജോബ് അല്ലേ, അല്ലേ? പക്ഷെ ഈ അനദർ ജോബിൽ വരാൻ പാടില്ല. അതും കൂടെ നിങ്ങൾ എഴുതിയാലേ കംപ്ലീറ്റ് ആവും. ഇത് നിങ്ങൾ മനസ്സിലാക്കണം എപ്പോഴും. ഇപ്പോ ഒരാൾ തോറ്റു മറ്റേ ആൾ പാസ് കഴിഞ്ഞാൽ അയാളും ഇയാളും ഈക്വൽ പാടില്ല. അതും കൂടെ നിങ്ങൾ കണ്ടീഷൻ ചെക്ക് ചെയ്ത്. അപ്പൊ ഇതാണ് നെഗേഷൻ. ആ അയാളുടെ അനദർ ഓക്യുപ്പേഷൻ ആക്ടർ ആകാൻ പാടില്ല. അതാണ് നെഗേഷൻ. ഇങ്ങനെയും എഴുതാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഇതാണ് കുറച്ചും കൂടി സിമ്പിള്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് എഴുതാം, കുഴപ്പമില്ല, മനസ്സിലായിട്ട് എഴുതാം. നമ്മൾ ഏകദേശം 50 വരെയായി. അത് ഞാൻ പറഞ്ഞേ, ഈ ഒരു ടോപ്പിക്ക് നമുക്ക് എടുക്കും, ഒരു മണിക്കൂർ കൊണ്ട് തീർക്കാം. ഇനി ഓൾ സർജൻസ് ആർ ഡോക്ടേഴ്സ്, ഇത് വളരെ സിമ്പിളല്ലേ? ഓൾ സർജൻസ് ആർ ഡോക്ടേഴ്സ്, എല്ലാ സർജൻസും അതിനകത്ത് ഒരാളുടെ ഓക്യുപ്പേഷൻ എന്താണ്? സർജൻസ് ആണെങ്കിൽ ഇംപ്ലൈസ്. അപ്പോൾ പി എന്ന് സർജൻസ് എന്നാണ്, പി അല്ലേ, പേഴ്സൺസ് അല്ലേ. അപ്പൊ അവിടെ എക്സ് പറയാൻ പറ്റില്ല, കാരണം ഓൾറെഡി ക്വസ്റ്റ്യൻ പറയുന്നത് പി ഡിനോട്ട് പേഴ്സൺ ആണ്. അപ്പോൾ എല്ലാ പേഴ്സണും ഉണ്ട്,
പക്ഷെ അയാളുടെ ഓക്യുപ്പേഷൻ സർജൻ ആണെങ്കിൽ ഇംപ്ലൈസ് അപ്പൊ അയാളായിരിക്കും സർജൻസ് എല്ലാവരും ഡോക്ടേഴ്സ് ആണ്. ഇത് വളരെ സിമ്പിൾ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ അടുത്തത് ഇത് വളരെ ഇത്തിരി കോംപ്ലിക്കേറ്റ് ആയിരിക്കും. ജോയ് ഡസ് നോട്ട് ഹാവ് എ ലോയർ. ജോയ് എന്നൊരു വ്യക്തിയാണല്ലോ അല്ലേ? അപ്പൊ അയാൾ പേഴ്സൺ അല്ലേ? അത് മനസ്സിലായല്ലോ. അപ്പൊ പി കൊമ അപ്പൊ പേഴ്സൺ റിലേഷൻ പേഴ്സൺ പി കൊമ ജോയ്. അങ്ങനെ നമുക്ക് എഴുതാം. ജോയ് എന്നൊരു എന്താണ് വ്യക്തിയാണ്, കോൺസ്റ്റന്റ് ആണ്. അവിടെ ജോയ് ഡസ് നോട്ട് ഹാവ് എ ലോയർ എന്നാൽ അതിന്റെ അർത്ഥം എന്താ? ആ വ്യക്തിക്ക് ഒരു ലോയറിന്റെയും കസ്റ്റമർ അല്ല എന്നല്ല അർത്ഥം. ജോയ് ഡസ് നോട്ട് ഹാവ് അയാൾക്ക് എന്താ പറയാ വക്കീലായ അയാളുടെ പകുതി അയാൾക്ക് ഒരു വക്കീലും ഇല്ല. ഡസ് നോട്ട് ഹാവ് എ ലോയർ അതിനർത്ഥം അയാൾ ഒരു വക്കീലിനും കസ്റ്റമർ അല്ല. അപ്പോൾ ഫോർ ഓൾ പി എന്ന റിലേഷൻ കസ്റ്റമർ ഓക്യുപ്പേഷൻ പി എന്നൊരു ലോയർ, പി എന്നൊരു പേഴ്സൺ ലോയറാണ്. പക്ഷെ ആ പേഴ്സൺ പി എല്ലാ ലോയർ ഡസ് നോട്ട് ഹാവ് എ ലോയർ. ഈ പി ഡിനോട്ട് ചെയ്യുന്ന ആരാണ്? ലോയർ. പക്ഷെ ജോയ് ഡസ് നോട്ട്, ആ ജോയ് എന്നൊരാൾ എന്താണ്? കസ്റ്റമർ അല്ല. ആ ലോയറിന് നിറയെ കസ്റ്റമേഴ്സ് ഉണ്ടാവും, പക്ഷെ ജോയ് എന്നൊരാൾ ഇല്ല. ഇത്രേ ഉള്ളൂ. കുറെ കസ്റ്റമർ ഉണ്ട്, പക്ഷെ അതിൽ പി ഒരു ജോയ് ഇസ് എ പി, ജോയ് കസ്റ്റമർ. ഇതിനർത്ഥം ഈ റിലേഷൻ നടത്തുന്നതാണ് ജോയ് ഇസ് എ കസ്റ്റമർ പി. പക്ഷെ നെഗേഷൻ ആയതുകൊണ്ട് ജോയ് ഇസ് നോട്ട് എ കസ്റ്റമർ പി. പി ആരാണ്? ലോയറാണ്. മനസ്സിലായോ? ഇത് മനസ്സിലായോ? കസ്റ്റമർ റിലേഷൻ നമ്മൾ ആദ്യം പറയുന്ന ആളാണെന്ത്? അയാളുടെ മറ്റാളുടെ കസ്റ്റമർ. അല്ലെങ്കിൽ ഇവിടെ എന്ത് ഫംഗ്ഷനാണ് ഉപയോഗിക്കുന്നത്? അപ്പോൾ ഫാദർ ഓഫ് എക്സ് ഈസ് എ ഫാദർ ഓഫ് എക്സ്, നോട്ട് വൈ ഈസ് എ ഫാദർ ഓഫ് എക്സ്. അപ്പോൾ അതുപോലെ ജോയ് ഈസ് എ കസ്റ്റമർ, ജോയ് ഈസ് എ കസ്റ്റമർ പി. പക്ഷെ പി ആരാണ്? ഒരു ലോയറാണ്. പക്ഷെ അത് ആ ജോയ് ആരുടെയും കസ്റ്റമർ അല്ല. ഒന്നാണ് നെഗേഷൻ. അപ്പോൾ ഇതാണ് കുറച്ചും കൂടി ബെറ്റർ. അത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ നമുക്ക് വോയിസ് അയക്കാം. ഓക്കെ, ഇനി അടുത്താണ് എമിലി ഹാസ് എ ബോസ് ഹൂ ഇസ് എ ലോയർ. ഇവിടെ എമിലി ഹാസ് എ ബോസ്. ഇപ്പൊ നമ്മൾ ആ ബോസിന്റെ റിലേഷൻ അല്ല, ആ ബോസ് എന്നൊരു സംഭവം ഉണ്ട്. ബോസ് എന്നൊരു റിലേഷൻ ബോസ്. അതില് ഹൂ ഈസ് ലോയർ? എമിലി ഹാസ് എ ബോസ്. എമിലിക്ക് ബോസ് ആണ്, എനിക്ക് ഒരു ബോസ് ആണ്. ആ ബോസ് ആരായിരിക്കണം? ലോയർ ആയിരിക്കണം. അപ്പൊ എന്താണ് ബോസ് പി. എമിലി ഹാസ് എ ബോസ് എന്നാണ്. ഇപ്പോൾ അഭിജിത്തിന് ഒരു ബോസ് ഉണ്ട് എന്നർത്ഥം. അഭിജിത്താണ് ബോസ്, വേറെ ആളാണ് ബോസ്, അയാളാണ് ബോസ്. അപ്പോൾ പി there exists പി. പി ആരുടെ ബോസ് ആണ്? എമിലിയുടെ ബോസ് ആണ്. അല്ലെങ്കിൽ എമിലി പി ഇതമല്ല. ഇവിടെ എമിലി ഹാസ് എ ബോസ് ആണ്. എമിലി ഇസ് എ ബോസ് പറയുന്നില്ല. there exists പി. okay, there exists പി and ആ ബോസ് എന്തായിരിക്കണം? ലോയർ ആയിരിക്കണം. ആ ബോസിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് പി അല്ലേ? അപ്പൊ ഓക്യുപ്പേഷൻ പി കൊമ ലോയർ. സിമ്പിൾ, വളരെ സിമ്പിൾ ആയിട്ട്. ഇനി നമ്മള് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ഇല്ല, 2 ക്വസ്റ്റ്യൻ ഉണ്ട്. there exists a lawyer, there exists a lawyer, all എല്ലാ ലോയറും whose clients are doctors. അപ്പൊ ക്ലയൻസിന് എന്താ? കസ്റ്റമേഴ്സ് അല്ലേ? there exists lawyer. അപ്പൊ എന്താണ്? there exists ഒരു വൈ, ആ വൈയുടെ ഓക്യുപ്പേഷൻ എന്താണ്? ലോയർ. there exists P1. ആ P1 എന്താണ്? ലോയർ. all clients, ആ ക്ലയൻസ് ഡിനോട്ട് ചെയ്യുന്ന എന്താണ്? P2 for all. and P2യുടെ ഓക്യുപ്പേഷൻ എന്താണ്? ഡോക്ടേഴ്സ്. P2യുടെ ഓക്യുപ്പേഷൻ ഡോക്ടേഴ്സ് ആണ്. ആൻഡ് ക്ലയൻസ്, ഇവിടെ ക്ലയൻസ് പറയുന്നത് എന്താണ്? ഈ ലോയറുടെ there exists a lawyer, ആ ലോയറുടെ കസ്റ്റമർ എല്ലാവരും എന്താണ്? ഡോക്ടേഴ്സ് ആണ്. അപ്പൊ കസ്റ്റമർ ഇവിടെ ലോയർ ഡിനോട്ട് ചെയ്യുന്നതാണ് P1. P1
ഈസ് എ കസ്റ്റമർ ആണോ അല്ലെ P2 ഈസ് കസ്റ്റമർ ഓഫ് P1 ആണോ അങ്ങനെ പറയും. ഡോക്ടേഴ്സിന് റെപ്രസെന്റ് എന്താണ് P2. അപ്പോൾ P2 ഈസ് എ കസ്റ്റമർ ഓഫ് P1. അപ്പോൾ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം P1, P2 ആണോ എഴുതുന്നത്, കസ്റ്റമർ P1, P2 ആണോ എഴുതുന്നത് അല്ലെ P2, P1 ആണോ എഴുതുന്നത്, ഈ ക്വസ്റ്റ്യൻ മനസ്സിലാവും. തേർഡ് എക്സിസ്റ്റ് ലോയർ, ഒരു ലോയറാണ്, ആ ലോയറിന്റെ കീഴിലാണ് ഡോക്ടേഴ്സ്. ആ ഡോക്ടേഴ്സ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് P2 ആണ് പറയുന്നത്. അത് നമ്മൾ എഴുതണം അല്ലേ. നമ്മൾ ഞാൻ പറഞ്ഞത് കസ്റ്റമർ ഓഫ് P1, P2 ആക്കുന്നത് P1 ഈസ് എ കസ്റ്റമർ ഓഫ് P2. പക്ഷെ ഇവിടെ ഡോക്ടേഴ്സ് ആണ് ഇവരുടെ ലോയറിന്റെ കസ്റ്റമർ. അപ്പോൾ ഡോക്ടർ റെപ്രസെന്റ് എന്താണ് P2, ലോയർ റെപ്രസെന്റ് ആരാണ് P1. അപ്പോൾ കസ്റ്റമർ ഓഫ് P2, P1 ഞാൻ വേണ്ടി ഉപയോഗിക്കണം. എന്തുകൊണ്ടാണ് there exists a lawyer all of whose clients are doctors. അതുകൊണ്ടാണ് ഇവിടെ P2 എന്ന് പറയുന്നത് ഡോക്ടർ. കസ്റ്റമറും ആണെങ്കിൽ ആ ഡോക്ടേഴ്സ് ലാസ്റ്റ് ആണ് ഡോക്ടേഴ്സ്, അതുകൊണ്ടാണ് ലാസ്റ്റ് ഡോക്ടേഴ്സ് ഇംപ്ലൈസ്. അപ്പൊ സാർ നിങ്ങൾ ചോദിക്കും സാർ എങ്ങനെ ഇംപ്ലൈസ് ആണ്, അതാണോ ആ ഡോക്ടേഴ്സ്. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എവരി സർജൻ ഹാസ് എ ലോയർ. എല്ലാ സർജനും ഹാസ് എ ലോയർ. അതിനർത്ഥം എന്താ, എവരി സർജൻ ഈസ് എ കസ്റ്റമർ ലോയർ അല്ലേ. എവരി സർജൻ ഹാസ് എ ലോയർ എന്ന് ആ ലോയറിനെ നമുക്കറിയല്ലോ. എനിക്കൊരു വക്കീലിന്റെ അർത്ഥം എന്താ, ഞാൻ വക്കീലിന്റെ കസ്റ്റമർ അല്ലേ. അപ്പൊ എല്ലാ സർജനും ആ ഹോസ്പിറ്റലിലെ എല്ലാ സർജൻസിനും ലോയറാണ്, ആ ലോയറിന്റെ സർജനാണ്. ലോയറാണ്, ലോയേഴ്സ് അല്ല. അപ്പൊ എവരി സർജൻ, അപ്പൊ സർജന് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി അയാളുടെ ഒക്യുപ്പേഷൻ. അപ്പൊ P, ഇവിടെ P ആണ് സാധാരണ നമ്മൾ ഫോൺ യൂസ് ചെയ്യുക. P1 വരാൻ കാരണം എന്താണ്, P1, P2 വരാൻ കാരണം എന്താ, ഇവിടെ നോക്കൂ ക്വസ്റ്റ്യൻ നോക്കൂ. ഇവിടെ P1 ഉം P2 എന്നാണ് ബോസ് ആയതുകൊണ്ടാണ് അല്ലെ. സോ P1, P2 പേഴ്സൺ, അതാണ് നമ്മുടെ P1, P2 ബോസ് റിലേഷൻ പറയുന്നുണ്ടാണ്. അപ്പൊ ഇവിടെ അതാണ് പറയാം. അപ്പോൾ there exists അത് കഴിഞ്ഞു. അപ്പോൾ എവരി സർജൻ, അപ്പോൾ ഫോർ ഓൾ P1, ലോയർ ആയതുകൊണ്ട് P2. there exists ഒരു ലോയർ ഉണ്ട്, അത് ആരാണ് പറയുന്നത്, എല്ലാ ലോയേഴ്സും പറയും there exists. ഈ P1 ഓക്യുപ്പേഷൻ എന്തായിരിക്കണം, സർജൻ ഹാസ് എ ലോയർ. കണ്ട അവിടെ ലാസ്റ്റ് ഹാസ് എ ലോയർ. അപ്പൊ ഇവിടെ ഇംപ്ലിക്കേഷൻ ആയിരിക്കും. ഇവിടെ നോക്കൂ, ഹാസ് എ ഡോക്ടർ ഹൂസ് ക്ലയൻസ് ആർ ഡോക്ടേഴ്സ്. ലാസ്റ്റിൽ ഒരൊറ്റ ഓക്യുപ്പേഷൻ വരുന്നത്. ലാസ്റ്റ് സെന്റൻസിലെ ഏറ്റവും ലാസ്റ്റിൽ ഒരു ഓക്യുപ്പേഷൻ ഉണ്ടെങ്കിൽ അത് അവിടെ ഇംപ്ലൈസ് ആയിരിക്കും. ഇവിടെ നോക്കൂ, ഹാസ് എ ലോയർ. അപ്പൊ ഇംപ്ലൈ കഴിഞ്ഞിട്ടായിരിക്കുന്നത് വരുന്നത് കസ്റ്റമർ അല്ലേ. അപ്പൊ ഇംപ്ലൈസ് കസ്റ്റമർ, ആ ലോയറിനെ റെപ്രസെന്റ്. അപ്പോ ആ സർജൻ എല്ലാവരും ആരുടെയാണ്, കസ്റ്റമർ എല്ലാവരും. ഈ P1 എല്ലാവരും സർജനാണ്. അപ്പൊ P2ന്റെ കസ്റ്റമർ, അപ്പൊ P2 ആരായിരിക്കണം, ലോയർ ആയിരിക്കണം. വേണ്ട, ഇത്രേ ഉള്ളൂ. ഈ ലാസ്റ്റ് അല്ല ഇത്. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഫ്രീ ആൻഡ് ബൗണ്ട് വേരിയബിൾ ഒന്നുമില്ല, ഫ്രീ ആൻഡ് ബൗണ്ട് വേരിയബിൾ ഒന്നുമില്ല. വളരെ ശ്രദ്ധിക്കേണ്ടത് ഇതില് ഇപ്പൊ നോക്കൂ, ഈ ഒരു എക്സാമ്പിൾ for all x there exists y. P of ഇതൊരു ഫംഗ്ഷനാണ്, P എന്ന ഫംഗ്ഷനാണ്. ഇതിൽ x, y, z. ഇതിൽ ആരെങ്കിലും എന്താ പറയാ, ആ ഗ്രൂപ്പിൽ എല്ലാവരും എക്സ് ഉണ്ട്, അതിലൊരു y. പക്ഷെ സെറ്റിനെ കുറിച്ച് വല്ല പറയാനുണ്ടോ, നമ്മളിവിടെ സെറ്റ് ചെയ്തില്ല, പക്ഷെ സെറ്റിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ടോ, ഇല്ല. അപ്പൊ
ഓക്കെ. സോ അപ്പൊ ഇവിടെ നമ്മൾ നോക്കുക കേട്ടാ, നമ്മൾ ഈ എക്സാമ്പിൾ പറഞ്ഞില്ലേ P1 P2 കേട്ടാ, ഇവിടെ P1 P2 മാത്രം ഇവിടെ പറയുന്നു. ഫോർ ഓൾ P1 there exists P2. ഇവിടെ P1 P2 അല്ലാതെ വേറെ ഏതെങ്കിലും പുതിയ വേരിയബിൾ പറയുന്നുണ്ടോ? ഇല്ല. പക്ഷെ പുതിയ വേരിയബിൾ ആർഗ്യുമെന്റ് ഉണ്ടെങ്കിൽ അർത്ഥം അതെന്താണ്, ഔട്ട്സൈഡ് വേരിയബിൾ. അതിന് പറയുന്നതാണ് എന്ത്, ഫ്രീ വേരിയബിൾ. അയാൾ ഫ്രീ ആയിട്ട് കിടക്കണം, എന്നെ കുറിച്ചൊന്നും പറയുന്നില്ല, പക്ഷെ ആർഗ്യുമെന്റ് പറയുന്നുണ്ട്. പക്ഷെ അവിടെ കണ്ടീഷൻ പറയുന്നില്ല, there exists or for some ബൗണ്ട് വേരിയബിൾ എന്താ, എന്നെ കുറിച്ച് എന്താ പറയുന്നത്, there exists x കഴിഞ്ഞാൽ അവിടെ ആർഗ്യുമെന്റ് എക്സ് ഉണ്ടാവും. there exists y ഉണ്ടെങ്കിൽ അവിടെ y ഉണ്ടാവും. പക്ഷെ സെറ്റ് അവിടെ ഉണ്ട്, പക്ഷെ ഇവിടെ സെറ്റിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. എന്താണ്, അയാൾ ഫ്രീ ആണ്, മറ്റേ വേണ്ടി ബൗണ്ട് ആണ്. ഇനി അടുത്താണ് വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് യൂണിഫിക്കേഷൻ ആൻഡ് റെസൊല്യൂഷൻ. അത് അടുത്ത ക്ലാസ് ചെയ്യുക. കാരണം ആ ഒരൊറ്റ ടോപ്പിക്കുണ്ട് യൂണിഫിക്കേഷൻ റെസൊല്യൂഷൻ. ഇത്തിരി എലാബറേറ്റ് ചെയ്യാൻ പറയാൻ, അങ്ങനെ 6 സ്റ്റെപ്പ് ഉണ്ട്. റെസൊല്യൂഷൻ 6 സ്റ്റെപ്പ് ഉണ്ട്. 6 സ്റ്റെപ്പും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എനിക്ക് പറയാവുന്നതാണ്. യൂണിഫിക്കേഷൻ ഒന്നുമില്ല, എന്താ പറയുക, അത് പിന്നെ അടുത്ത ക്ലാസ് പറയാം എന്തായാലും. ഓക്കെ, അണ്ടിൽ ദെൻ സൈനിങ് ഓഫ്. ബൈ.